ഹലോ, നമ്മൾ ഇത്രയും നാളും ഇതുവരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഇനിയിപ്പം നമ്മൾ എപ്പിസോഡ് 7 കാണാൻ പോകുന്നത്. അപ്പം ഹൗ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് എന്നുള്ളതിൻ്റെ കണ്ടിന്യൂഷനാണിത് കേട്ടോ. അപ്പം നിങ്ങളത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ രാത്രിയിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചില ആൾക്കാർ ഹൈ ബീം ഇട്ടുകൊണ്ടേ വണ്ടി ഓടിക്കുകയുള്ളൂ. ഹൈ ബീം ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ അനുവാദമില്ല ആസ് പെർ റൂൾസ്. സിറ്റിക്കകത്തൊക്കെ പ്രത്യേകിച്ചും ഹൈവേയിൽ പോകുമ്പോൾ നമ്മൾ ഹൈ ബീമൊക്കെ ഇട്ട് പോകും. പക്ഷേ നമ്മളത് ഡിമാക്കി കൊടുക്കണം. അങ്ങനെ മാത്രമേ അതിൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആ ഹൈ ബീം മറ്റുള്ളവരെ ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമല്ല നമുക്കും ബുദ്ധിമുട്ടുണ്ടാകും പിന്നീട്. കാരണം അയാളുടെ കണ്ണ് അഞ്ചി പോകുമ്പോൾ അയാൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന പോലെ വരും. അപ്പോൾ അയാളുടെ വണ്ടി വന്ന് ചിലപ്പോൾ നമ്മുടെ വണ്ടി ഇടിച്ചെന്നിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈ ബീം ഇട്ട് വണ്ടി ഒരിക്കലും ഓടിക്കരുത്. പിന്നെ ഇന്നത്തെ ബൾബുകളൊക്കെ അറിയാമല്ലോ, ഹാലോജൻ ബൾബ്സൊക്കെ വളരെ വെരി പവർഫുൾ ലൈറ്റ്സുകളാണുള്ളത്. അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ നേരെ ചെറിയ ബൈക്കിൻ്റെ പോലെ, ചെറിയ ഈ സ്കൂട്ടറിൻ്റെ പോലെ സ്കൂട്ടികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പോലെ ലൈറ്റുകൾക്ക് നല്ല പ്രകാശമുള്ള ബൾബുകളാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ കണ്ണിലോട്ട് വന്ന് അടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ വലിയ ലോറികൾ, ട്രക്കുകൾ അങ്ങനെയൊക്കെ വരുമ്പം അതിൽ നിന്നുള്ള വെളിച്ചവും അത് കുറച്ചുകൂടെ ഹൈറ്റിലാണ്. ഇപ്പോൾ കാറിൽ പോകുന്ന ഒരാൾക്കാണെങ്കിൽ നല്ല ഹൈറ്റിൽ നിന്നാണ് ആ ലൈറ്റ് വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ട്. മുകളിൽ ലോറി ഓടിച്ച് പോകുന്നതിന് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. അവനതൊട്ട് മൈൻഡ് ചെയ്യുകയില്ല. അപ്പം നമ്മൾ ഡ്രൈവേഴ്സായിട്ടുള്ള നമ്മൾ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വളരെയധികം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ നമ്മൾ സംരക്ഷിക്കുന്നു, നമ്മളെയും സംരക്ഷിക്കുന്നു. അതാണ് ഈ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ മഴയത്തൊക്കെ നമ്മൾ പകൽ സമയത്ത് മഴയത്തൊക്കെ നമ്മൾ ലൈറ്റിട്ട് ഓടിച്ചു പോകും. തിരിച്ച് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ലൈറ്റ് അണയ്ക്കാൻ മറന്നു പോകും. ചില അങ്ങനെ കിടക്കുന്നതുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വണ്ടികളിൽ. അപ്പോൾ ഇനി ആ ബാറ്ററി അതങ്ങ് ചാർജ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മളത് വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് തന്നെ അത് ശ്രദ്ധിച്ച് അത് ഓഫാക്കിയിട്ട് പോകുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. അത് ഞാൻ ഈ കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തൊരു പോയിൻ്റ്, ഓവർടേക്കിംഗ് ഇൻ ദ കർവ്സ് ആൻഡ് ഓൾസോ പ്രോഹിബിറ്റഡ് ഏരിയാസ്. അതായത് നമ്മൾ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയകളുണ്ട്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ലൈനിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കർവുകൾ ഒരിക്കലും, അതായത് വളവുകളിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അത് നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൽ തന്നെ വണ്ടികൾ കയറ്റിക്കൊണ്ട് പോകും, അപകടം ഉണ്ടാകും, കുട്ടിയിടിക്കും. പിന്നെ അവിടെ ഈ റോഡ്സൊക്കെ, നമ്മുടെ റോഡുകൾ ലൈൻ ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ലൈനുകൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പോകാൻ. ഡോട്ടഡ് ലൈൻസൊക്കെയാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഉദാഹരണം, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണ്, ഡോട്ടില്ലാതെ അവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ പല നിയമങ്ങളുണ്ട് ആ ലൈൻസിന്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓവർടേക്കിങ് കൊണ്ട് ഒത്തിരി അപകടങ്ങളുണ്ടായിരിക്കുന്ന മാക്സിമം അപകടങ്ങൾക്ക് കാരണം ഓവർടേക്കിങ്ങാണ്. ശ്രദ്ധയില്ലാതെ ഓവർടേക്ക് ചെയ്ത് പോകും, കയറും, വണ്ടി ഇടിക്കും. കാരണം എതിർവശത്ത് നിന്ന് വണ്ടി ഇടിക്കും, അവർ പിന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ അവരും അപകടത്തിലാവും, നമ്മളും അപകടത്തിലാവും, മരണം ഉണ്ടാകും. ഇപ്പം തന്നെ ഇവിടെ തന്നെ ആ ഒരു അപ്പനും 2-3 മക്കളും ഭാര്യയൊക്കെ കൂടെ പോയ ഒരു ധാർ ജീപ്പിനകത്ത് പോയ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. എന്ത് പറ്റി? കായംകുളത്തിനടുത്തൊരു സ്ഥലത്ത് വെച്ച് കൂട്ടിയിടിച്ചു. 3 പേര് അപ്പം തന്നെ മരിച്ചു. പിന്നെ ഒരു കുട്ടി ആശുപത്രിയിലാണെന്നേ, പിന്നെ എനിക്ക് ആ വിവരം കിട്ടിയിട്ടില്ല. ഭാര്യയുണ്ട്, നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, പ്രിൻസ് എന്നാ പേര്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒത്തിരി അപകടങ്ങൾ അങ്ങനെ വരും. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞല്ലോ ലൈറ്റിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, അൺവാണ്ടഡ് യൂസ് ഓഫ് ഹോൺസ്. ചുമ്മാ ഓണടിച്ച് ആളുകളെ ഡിസ്റ്റർബ് ചെയ്ത് ഒരു കാര്യമൊന്നുമില്ല, വെറുതെ ഓണടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരിക്കലും നമ്മൾ അതങ്ങനെ ചെയ്യരുത്. അത് ആ ഹോണടി നിർത്തണം. നമ്മൾ ഡെവലപ്ഡായിട്ടുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലോ അതുപോലെ തന്നെ ഗൾഫ് കൺട്രികൾസൊന്നും ഹോണടിക്കാൻ അനുവാദമില്ല കേട്ടോ. അത് അത്യാവശ്യത്തിന് മാത്രം, അത്ര അത്യാവശ്യങ്ങൾ മാത്രമേ ഹോണടിക്കാൻ പാടുള്ളൂ.
അടിക്കുകയാണേലും അത് സാധാരണ ഇതിലത് ആർക്കും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് ഈ വെള്ളക്കാർക്ക് സായിപ്പന്മാർക്കൊക്കെ ഹോണടിക്കുകയാണെങ്കിൽ അങ്ങനെ പറയുന്നതൊക്കെ ഹോണടിച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്ന് നമുക്കിട്ട് നമ്മളെ ശരിക്കും ഉപദ്രവിക്കും അവർ. ഹോണറ്റിനോടൊക്കെ ഇടിച്ച് എൻ്റെ ഒരു റിലേറ്റീവ് ഓസ്ട്രേലിയയിലുണ്ട്, അയാൾ പറഞ്ഞതാണത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സായിപ്പന്മാർ അവർ നല്ല ശക്തിയുള്ളവരാണ്, നല്ല ആരോഗ്യമുള്ള ശക്തിയുള്ള ആളുകളാണ്. ഒന്ന് ഒരു ഒറ്റ ഇടി ഇടിച്ചാൽ അത്രേ ഉള്ളൂ, ബോണറ്റൊക്കെ ചളുങ്ങി പോകും. അങ്ങനെ ഓണടിക്കുന്നത് ഇന്ത്യയിൽ പിന്നെ അതൊരു സ്ഥിരമാണ്. പക്ഷെ കഴിവെടുത്തോളം അത് കുറയ്ക്കാൻ നോക്കണം. അത് കാരണം അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു, പ്രത്യേകിച്ച് വഴിയിൽ കൂടി നടന്നു പോകുന്നവരെ. കാരണം ഓണിൻ്റെ ശക്തി വളരെ വലിയ ശക്തിയല്ലേ, വലിയ ഡെസിബിലൊക്കെ വെച്ചിരിക്കുന്ന ഓണായിരിക്കും. അപ്പോൾ അത് പെഡസ്ട്രിയൻസിൻ്റെ നടന്നു പോകുന്ന വഴിയാത്രക്കാരുടെ ചെവിക്കകത്തോട്ട് അത് കയറി ചെല്ലുന്നത് ആ ശബ്ദം. അതുപോലെ തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു. ഓവർടേക്ക് ചുമ്മാ കയറി ചെല്ലരുത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമേ ഉള്ളൂ. ഒരു ഹോണോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടാണേലും കുഴപ്പമില്ല. ഓവർടേക്ക് ചെയ്യുന്ന അത്യാവശ്യമാണെങ്കിൽ അങ്ങനെ പോകാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാളുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് പെട്ടെന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ അയാളിപ്പം വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടി കിട്ടിയിടിക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷക്കാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഓട്ടോറിക്ഷക്കാരുടെ ഒരു നല്ല സുഹൃത്തുക്കളാണ് നമ്മുടെ. ഏറ്റവും അത്യാവശ്യങ്ങളിലൊക്കെ അവർ കാണുള്ളൂ നമ്മളെ സഹായിക്കാൻ. പക്ഷേ അവരോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ചെറുതല്ലൊരു വലിയ റിക്വസ്റ്റാണ്. ഈ റോഡിൻ്റെ നടുക്കൂടെ വണ്ടി ഓടിച്ച് പോകരുത്. എക്സ്ട്രീം ലെഫ്റ്റായിട്ട് വേണം ആ ഓട്ടോറിക്ഷക്കാർ പോകേണ്ടത്. അപ്പോൾ വേഗതയുള്ള വണ്ടികൾ അത് കയറി പൊക്കോളും. അല്ലാതെ ഇവർ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ എക്സ്ട്രീം നടുക്കുള്ള ലൈനുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ ഇടതുവശത്തോട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ ഭയങ്കര നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നവർക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കയറരുത്. എത്ര വലിയ ആളിൻ്റെ മകനോ ആയിക്കോട്ടെ, പക്ഷേ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ അനുവാദമില്ല. അത് വലിയ കുറ്റകരമാണ്, വലിയ പിഴയുണ്ട് അതിനായിട്ട്. ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഒരാൾ ലൈസൻസ് കിട്ടാത്ത ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു മോള് ഒരു പെൺകുട്ടി വണ്ടി ഓടിച്ച് പോകുന്നു. അപ്പൻ്റെ വണ്ടി എടുത്ത് പോവുകയാണ്. അപ്പോൾ പ്രായപൂർത്തി ആയിട്ടില്ല. പക്ഷേ അത് വളരെ കുറ്റകരമാണ്. കാര്യം ഇവർക്ക് നന്നായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം, പക്ഷെ കുറ്റകരമാണത്. അപ്പം പേരൻസും അതിന് ഉത്തരവാദികളാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അവർക്ക് വലിയ പെനാൽറ്റികളൊക്കെ കിട്ടും. അതിനകത്ത് നിയമങ്ങളുണ്ട് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയധികം റോഡ് ആക്സിഡൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റുകൾ ഒന്നുകൂടി അതിനെപ്പറ്റി ഒന്നുകൂടി ചിന്തിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്.